90 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള തിളയ്ക്കുന്ന ചൂടുവെള്ളം കൊണ്ട് നിറഞ്ഞ 8 തീർത്ഥക്കുളങ്ങൾ. ശരീരത്തിൽ 8 വളവുകളുമായി ജനിച്ച അഷ്ടാവക്രമുനിയുടെ തപസ്സിനാൽ പ്രീതനായി മുനിയുടെ ശരീരം നേരെയാക്കിയ അഷ്ടാവക്രന്റെ ഈശ്വരനായ വക്രേശ്വര മഹാദേവൻ കുടികൊള്ളുന്ന പുണ്യക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രത്താൽ 51 കഷണങ്ങളായി ഛേദിക്കപ്പെട്ട ആദിപരാശക്തിയായ സതീദേവിയുടെ ശരീരഭാഗങ്ങളിൽ 2 പുരികങ്ങൾക്കിടയിലുള്ള ഭാഗം പതിച്ച മഹിഷമർദിനി ശക്തിപീഠം. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ഹൃദയപത്മത്തിൽ ജ്വലിച്ചുയർന്ന ഭവതാരിണിയായ ഭദ്രകാളിയുടെ ശാന്തമായ ഒരു ക്ഷേത്രം. 208 അതിപുരാതനമായ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ. കൽക്കട്ടയിൽ നിന്നും ഏകദേശം 200 കിലോമീറ്റർ അകലെയായി നിഷ്കളങ്കരായ ജനങ്ങൾ വസിക്കുന്ന ശാന്തമായ വക്രേശ്വർ എന്ന ഗ്രാമത്തിലെ വക്രേശ്വര മഹാദേവ ക്ഷേത്രത്തിന്റെയും മഹിഷമർദിനി ശക്തിപീഠത്തിന്റെയും കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ പുണ്യക്ഷേത്രങ്ങളിലൂടെയും തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയും യാത്ര ചെയ്ത് അവയുടെ കാഴ്ചകളും കഥകളും പുരാണങ്ങളും ചരിത്രവും ഒക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ ഉദ്യമത്തെ സപ്പോർട്ട് ചെയ്യണം എന്ന അപേക്ഷയുമായി വീഡിയോയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ നമ്മൾ പശ്ചിമ ബംഗാളിലെ വക്രേശ്വര ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിന് ഉള്ളിൽ കൂടെ നമ്മൾ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. ഇങ്ങനെ 2 സൈഡിലും ഇങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെയാണ്. ഇത് വളരെ ചെറിയ ഒരു ഗ്രാമമാണ്. സാധാരണ ദിവസങ്ങളിലൊന്നും ഇവിടെ ശകലം പോലും തിരക്ക് കാണുന്നതല്ല. ഇന്ന് ഇവിടെ ഒരു കല്യാണം, ഒന്നല്ല പല കല്യാണങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഇന്നിപ്പം കല്യാണ മുഹൂർത്തമുള്ള ദിവസമാണ്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ഇന്നിപ്പം ക്ഷേത്രത്തിൻ്റെ സൈഡിലൊക്കെ കുറച്ചെങ്കിലും ആൾക്കാർ കാണുന്നത്. ഞങ്ങളിവിടെ ആദ്യം വന്ന ദിവസമൊന്നും ഇവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 500 മീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. കണ്ടോ ഇവിടെയൊക്കെ കണ്ട ആടുകളെയൊക്കെ ഒന്ന് ഇവിടെ കൂട്ടിയൊന്നും വിടാറില്ല. ആളുകളെയൊക്കെ ഇങ്ങനെ തുറന്ന് വിട്ടിരിക്കുകയാണ്. ഇവിടെ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു ഗ്രാമമാണ്. ഇവിടെ കല്യാണ വണ്ടി അലങ്കരിച്ചിരിക്കുന്നതുണ്ടോ. നമ്മുടെ ശക്തിപീഠ യാത്രയുടെ ഭാഗമായിട്ട് ബംഗാളിലെ ആദ്യത്തെ ശക്തിപീഠമാണ് വക്രേശ്വര മഹാദേവ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെയാണ് ശക്തിപീഠം ഉള്ളത്. അഷ്ടാവക്രമുനി ഇവിടെ തപസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വക്രേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞത്. അഷ്ടാവക്രം എന്നുള്ള ഇതിൽ നിന്നാണ് വക്രേശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞ്. അഷ്ടാവക്രൻ്റെ ഈശ്വരനായിട്ടുള്ള ഭഗവാന് പരമേശ്വരനാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ 51 ശക്തിപീഠങ്ങളിൽ സതീദേവിയുടെ പുരിയ ഭാഗം പതിച്ചത് 2 പുരിയങ്ങളുടെ ഇടയ്ക്കുള്ള ഭാഗം പതിച്ച ഇവിടെയാണ്. മഹിഷമർദിനി എന്നാണ് ഇവിടുത്തെ ദേവി അറിയപ്പെടുന്നത്. കടകളൊക്കെ കണ്ടോ, വളരെ പഴയ രീതിയിലുള്ള കടകളൊക്കെയാണ് നമുക്കിവിടെ കാണുന്നത്. നമ്മൾ ഈ ക്ഷേത്രത്തിനോട് അടുത്ത് വരുമ്പോൾ തന്നെ ഈ വലതുവശത്തായിട്ട് ഇതുപോലൊരു കവാടം കാണാം. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ ഉഷ്ണ ഉറവകളാണ്. കുറേ ഉഷ്ണ ഉറവകൾ, 5-8 ഉഷ്ണ ഉറവകൾ ഇവിടെയുണ്ട്. അപ്പോൾ അതിൽ കാണണമെങ്കിൽ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് 10 രൂപയുള്ളൂ. 10 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമുക്കകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഉഷ്ണ ഉറവകൾ കാണാം. ആ ഉഷ്ണ ഉറവകൾ കാണാനായിട്ടുള്ള ടിക്കറ്റ് കൗണ്ടറാണിത്. ഇതാണ് ഉഷ്ണ ഉറവകളുള്ള ഒരു പാർക്ക് പോലെയുള്ളൊരു സംഭവമാണ്. ഇവിടെ നല്ല രീതിയിൽ നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഇതാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ വളരെ വലിയൊരു ആൽമരമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ഇവിടെ കാണുന്ന ഒരു ആൽമരമാണ്. എന്തായാലും വളരെ വലുപ്പത്തിലുള്ള ആൽമരം. നല്ലപോലെ തറയൊക്കെ കെട്ടി വൃത്തിയായിട്ടിങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട്. പേരാൽമരമാണ്. ഈ കുളങ്ങളെല്ലാം ഉഷ്ണ ജലമാണ്. നല്ല ചൂടുള്ള വെള്ളമാണ്. ഇവിടെ 7-8 കുളങ്ങളുണ്ട്. ഈ ഒരു കുളത്തിൽ മാത്രമേ ഉള്ളൂ ശരിക്കും ആൾക്കാർക്ക് കുളിക്കാൻ പറ്റുന്ന ടെമ്പറേച്ചർ ഉള്ളത്. ബാക്കി മുഴുവൻ ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ കൂടുതലായിട്ടുള്ളതാണ്. 90 ഡിഗ്രി 93 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുള്ള കുളങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ്. ഈ ഒരു കുളത്തിൽ മാത്രമാണ് ആൾക്കാർക്ക് കുളിക്കാൻ പറ്റുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഇറങ്ങി നോക്കിയതാണ്. ഇവിടെ ഭയങ്കരമായിട്ട് ചൂടാണ്. ഈ വെള്ളത്തിൽ നമുക്ക് കൂടുതൽ നേരം ഇവിടെ കിടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നല്ല ചൂടുള്ള വെള്ളമാണിത്. ഇപ്പം നമ്മളിവിടെ ഒരു ആളെ കണ്ടതാണ്. ഇവിടുത്തെ പുരോഹിതനാണ് ഇവിടെ ക്ഷേത്രത്തിൽ. അപ്പോൾ അദ്ദേഹം നമുക്ക് ഈ കുളങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. പാപരഹംഗ എന്നാണ് ഈ കുളത്തിൻ്റെ പേര്. ഇവിടെ 42 ഡിഗ്രി സെൽഷ്യസ് ഉള്ള കുളമാണ്. ഈ കുളത്തിൽ മാത്രമേ ഉള്ളൂ ആൾക്കാർക്ക് കുളിക്കാനായിട്ട് പറ്റുന്നത്.
वह जो से विंटर सीजन में यहाँ पास बहुत भीड़ होता है। ഇവിടെ വിൻ്റർ സീസണിൽ അതായത് ഈ മഞ്ഞുകാലത്ത് തണുപ്പുള്ള സമയത്ത് ഇവിടെ ഒത്തിരി തിരക്കാണെന്നാണ് ആൾക്കാർ ഇവിടെ കുളിക്കാനായിട്ടൊക്കെ കൂടുതൽ ആൾക്കാർ വരുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ തന്നെ ഈ കുളത്തിൻ്റെ തന്നെ ഇവിടെ പുരുഷന്മാർക്ക് കുളിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറമായിട്ട് മതിലിൻ്റെ അപ്പുറമായിട്ടാണ് ഇവിടെ വനിതകൾക്ക് കുളിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഈ സ്കിൻ രോഗങ്ങൾക്കൊക്കെ, ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ഇവിടെ കുളിച്ചു കഴിഞ്ഞാൽ ആശ്വാസം കിട്ടുമെന്നാണ് പറയുന്നത്. പാപഹര ഗംഗ എന്നാണ് ഈ കുളത്തിൻ്റെ പേര്. ഇവിടെ ഇങ്ങനെ പല പല കുളങ്ങൾ, പല പല ടെമ്പറേച്ചറിലുള്ള കുളങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കുളം മാത്രമേ ഇവിടെ കുളിക്കാൻ പറ്റുന്നതുള്ളതെന്നാണ് പറയുന്നത്. ഇത് 55 ഡിഗ്രി സെൽഷ്യസിലുള്ള കുളമാണെന്നാണ് പറയുന്നത്. വൈതരണി ഗംഗ. ഈ കുളത്തിൽ ഇത് വൈതരണി ഗംഗ. വൈതരണി ഗംഗ. ഈ കുളത്തിൻ്റെ പേര് വൈതരണി ഗംഗ എന്നാണ് ഈ കുളത്തിൻ്റെ പേര്. അപ്പോൾ ഈ കുളത്തിലെ വെള്ളം തന്നെയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. ഇതുവഴി പോകാനായിട്ട് വെള്ളം കൊണ്ടുപോകാനായിട്ടുള്ള ട്രാക്ക് കാണുമായിരിക്കും. അങ്ങനെ ഈ വെള്ളം തന്നെയാണ് അങ്ങോട്ട് പോകുന്നതെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇത് 55 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവിടെ ചെല്ലുമ്പോൾ അത് 42 ഡിഗ്രി സെൽഷ്യസ് ആകും. അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരാളെ കിട്ടിയതുകൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റുന്നുണ്ട്. भोड़ो से जो पीठोस्थान को जो भोड़व है ना, वही नाम यह बटुकनाथ भोड़व को ഇത് പറയുന്നത് ഇത് 60 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു കുളമാണ്. ഇത് കുളം, ഈ കുളത്തിൽ നിന്നാണ് ഇധർ സേ ഉധർ പാനി ജാത്താ ഹൈ. ഈ 60 ഡിഗ്രി സെൽഷ്യസിലുള്ള ഈ കുളത്തിൽ നിന്നാണ് ആ വലിയ കുളത്തിലേക്ക് പോകുന്നത്, 55 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകുന്നത്. ഇത് 60 ആണ്. ഇത് 60 ഡിഗ്രി സെൽഷ്യസ് ചൂടാണെന്നാണ് പറയുന്നത് ഇതിന്. അത് അങ്ങോട്ട് ചെല്ലുമ്പം അത് 55 ആകും, അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് 42 ആകും. അപ്പോൾ ഇതാണ് വേറെ അതിനോട് ചേർന്നിട്ടുള്ള കുളം. മുമ്പേ ഇത് 72 ഡിഗ്രി സെൽഷ്യസിലുള്ള കുളമാണ്. ഖാർകുണ്ട്. और जो स्मेल आया ना, हाइड्रोजन सल्फेट के स्मेल आया, जो स्मेल आया, स्मेल हाइड्रोजन सल्फेटिന്റെ സ്മെല്ലാണ് വരുന്നതെന്നാണ് പറയുന്നത്. क्या है नाम क्या है? ഖാർകുണ്ട് या नाम है खारकुंड. ഇതിൻ്റെ പേര് ഖാർകുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും കിतना ടെമ്പറേച്ചർ? 72 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള ഒരു കുളമാണിത്. ഇതാണ് സെക്കൻഡ് ഹയസ്റ്റ് ടെമ്പറേച്ചർ. ഇതാണ് 72 ഡിഗ്രി സെൽഷ്യസിലുള്ള. ഈ ഗ്രൗണ്ടിൽ നിന്ന്, ഈ കോമ്പൗണ്ടിൽ നിന്ന് മാറി അകത്തോട്ട് കയറിയാണ് ഇവിടെ വേറെ ഒരു കുളമുള്ളത്. കിतना 80. ഇതാണ് അഗ്നികുണ്ടെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ചൂടുള്ളത് കണ്ടോ. ഇവിടെ ഇങ്ങനെ വെള്ളം തിളയ്ക്കുന്നത് നമുക്ക് കാണുന്നത് കണ്ടോ. വെള്ളം തിളയ്ക്കുന്ന രീതിയിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതാണ് അഗ്നികുണ്ടെന്ന് പറയുന്നത്. നമ്മൾ ഈ ശക്തിപീഠ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ സൗഭാഗ്യകുണ്ടെന്ന് പറഞ്ഞ ഒരു കുളം കാണാം. ഇതും 42 ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ് പറയുന്നത്. ഇവിടെയും കുളിക്കാൻ പറ്റുന്ന ഇത് തന്നെയാണ്. സൗഭാഗ്യകുണ്ട് ഓർ ദൂത്കുണ്ട്. സൗഭാഗ്യകുണ്ട് എന്ന് പറയുന്നത് ദൂത്കുണ്ട് എന്ന് പറയുന്നത് ഇത് രണ്ടും ഒരേ ഇത് തന്നെയാണ്. 42. ഇവിടെയും കുളിക്കാൻ പറ്റുന്ന ടെമ്പറേച്ചർ ആണെന്നാണ് പറയുന്നത്. 42 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെയും ടെമ്പറേച്ചർ. ये कौन सा है? यह नाम है सूर्यकुंड. 65 टेम्परेचर. सूर्यकुंड सूर्य है ना, है ना. ये सूर्यकुंड എന്നാണ് പറയുന്നത്. 65 ഡിഗ്രി സെൽഷ്യസിലുള്ള ഇതാണ് സൂര്യകുണ്ട് എന്ന് പറയുന്നത്. ഇതാണ് ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ, നമ്മൾ ശക്തിപീഠ ക്ഷേത്രം നേരെ മുന്നിലാണ്. മുന്നിൽ ഇട സൈഡിലും വല സൈഡിലുമായിട്ട് കാണുന്ന 2 കുളങ്ങളാണ്. ആ ഇട സൈഡിൽ കാണുന്നതാണ് ദൂത് കുണ്ടെന്ന് പറയുന്നത്. അപ്പം നമുക്കിനി ക്ഷേത്രത്തിനകത്തോട്ട് ചെന്നിട്ട് ഇദ്ദേഹം കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്നാണ് പറയുന്നത് നമ്മളോട്. അപ്പം ഇതാണ് ശക്തിപീഠ ക്ഷേത്രം. നമ്മൾ ഉള്ളിലോട്ട് പോയി അദ്ദേഹം ഇവിടെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്നാണ്, ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ കാണുന്ന, ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ കാണുന്ന ഒരു കുളമാണ് ഇത്. ഇവിടെ ഈ കുളം തന്നെ 3 ഘാട്ടുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇതാണ് ബൊംബോ ഘാട്ട് എന്ന് പറയുന്നത്. ബൊംബോ ഘാട്ട് ഇത് 32 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ ആൾക്കാർക്ക് ഇതർ भी नहा सकता है नहीं. അപ്പം ഇത് बाबा का जो भोग है ना, यहाँ पानी वहाँ पर काम लगता है. ഇത് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നൊക്കെ വെള്ളം ഇതാണ്. അതുകൊണ്ട് ഇവിടെ ആൾക്കാർ കുളിക്കാറില്ലെന്നാണ് പറയുന്നത്. ഈ കോൺസാക്കാട്ടെ അഷ്ടാവക്ര മുനി. അഷ്ടാവക്ര മുനി. ഇത് അഷ്ടാവക്ര മുനി ഘാട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ അഷ്ടാവക്ര മുനിയായിട്ട് ഈ ക്ഷേത്രത്തിന് വളരെ ബന്ധമുണ്ട്.
ഇത് അഷ്ടാവക്ര മുനിയുടെ പേരിലുള്ള ഒരു ഘാട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശിവദുർഗ ഇതിവിടെ മൂന്നാമതായിട്ട് കാണുന്നത് ശിവദുർഗ ഘാട്ട് എന്ന് പറയുന്ന ഘാട്ടാണ്. അപ്പോൾ അതായത് ഈ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള ഈ വലിയ കുളം തന്നെ, ഈ വലിയ തീർത്ഥക്കുളം തന്നെ, ഈ തീർത്ഥക്കുളത്തിൽ തന്നെ നമുക്ക് 3 കടവുകൾ കാണാം. ആ 3 കടവുകളുമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇങ്ങനെ जो नाम सुना है यहाँ अष्टावक्र मुनि यहाँ पर तपस्या कर महादेव को पाया, वो जो देख लीजिए ना महादेव प्रणाम कीजिए वहाँ पर। वो नीचे का महादेव है। बाकी गोरीपुर में दोनों शिवलिंग वाल में नहीं मिलेगा, बक्केश्वर नहीं मिलेगा, भक्तों का भगवान। ഇവിടെ ഈ ക്ഷേത്രത്തിന് മാത്രം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ശിവലിംഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്ന ശിവലിംഗമാണ്, ഈ കാണുന്ന ഈ സ്വർണ്ണ നിറത്തിലുള്ള ഈ ശിവലിംഗമാണ് അഷ്ടാവക്ര മുനി. അഷ്ടാവക്ര മുനി ഇവിടെ തപസ് ചെയ്ത് മഹാദേവനെ തപസ് ചെയ്ത സ്ഥലമാണിത്. ഇത് അഷ്ടാവക്ര മുനിയെ പ്രതിനിധീകരിക്കുന്ന ശിവലിംഗമാണിത്. ഇത് താഴെയായിട്ട് കാണുന്ന ചെറിയൊരു ശിവലിംഗം നമുക്ക് താഴെയായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണ് മഹാദേവ ശിവലിംഗം, താഴെയായിട്ട് കാണാം. അപ്പോൾ ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമാണ് ഒരേ സ്ഥലത്ത് നമുക്ക് 2 ശിവലിംഗങ്ങൾ ഒരേ ശ്രീകോവിലിനുള്ളിൽ ഒരേ സ്പോട്ടിൽ തന്നെ 2 ശിവലിംഗങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരേ ഒരു സ്ഥലം ഇത് മാത്രമാണ്. അഷ്ടാവക്രമുനി അഷ്ടാവക്രമുനി നമുക്കെല്ലാവർക്കും അറിയാം. അഷ്ടാവക്രമുനി ജനിക്കുന്നത് തന്നെ ശരീരത്തിൽ 8 വളവുകളായിട്ടാണ് അഷ്ടാവക്രമുനി ജനിക്കുന്നത്. അങ്ങനെ ആ 8 വളവുകൾ മാറുന്നത് അഷ്ടാവക്രമുനി ഇവിടെ വന്ന് ശിവഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് 8 വളവുകൾ അദ്ദേഹത്തിന് മാറുന്നത്. അപ്പം ആ ഒരു പരിപാവനമായിട്ടുള്ള സ്ഥലത്താണ് നമ്മളിരിക്കുന്നത്. നമുക്ക് എന്നാളും നമുക്ക് ഭഗവാൻ കൊണ്ടെത്തുന്നതാണ് ഇദ്ദേഹത്തിനെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കഥകളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇദ്ദേഹം പറയുന്നത് ഭക്തൻ്റെ മുന്നിൽ ഭഗവാൻ ചെറുതാകുന്നു. ഭക്തൻ്റെ മുന്നിൽ ഇതാണ് ഇവിടെ ഭക്തൻ്റെ പ്രതിഷ്ഠയാണ്, അഷ്ടാവക്രമുനിയുടെ പ്രതിഷ്ഠയാണ് നമുക്ക് ഈ ശിവലിംഗ രൂപത്തിൽ വലുതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഭക്തൻ്റെ മുന്നിൽ ഭഗവാൻ ചെറുതാകുന്നതെന്നാണ് ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നത്. നമ്മൾ ആ മഹാദേവ ക്ഷേത്രം കഴിഞ്ഞിട്ട് നമ്മളിനി ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് വന്നത്. ഇതാണ് ശക്തിപീഠ ക്ഷേത്രം. 51 ശക്തിപീഠങ്ങളിലെ ദേവിയുടെ പുരീകത്തിൻ്റെ ഭാഗം വീണ ശക്തിപീഠമാണ്. ഇവിടെ ഇന്ന് വിവാഹമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഇങ്ങനെ വിവാഹത്തിൻ്റെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവിടെ ദേവിയുടെ പുരികത്തിൻ്റെ 2 പുരികത്തിൻ്റെയും കൂടെ ഇടയ്ക്കുള്ള ഭാഗം വീണ സ്ഥലമാണ്. അപ്പം നമുക്ക് താഴെയായിട്ട് കാണുന്ന ആ പീഠമാണ് ശരിക്കും ശക്തിയുടെ പുരികത്തിൻ്റെ ഭാഗം, നെറ്റിയുടെ ഭാഗം. 2 പുരികത്തിൻ്റെ ഇടയ്ക്കുള്ള ഭാഗമാണ് ഇവിടെ പതിച്ചിരിക്കുന്നത്. ആ ഒരു പീഠമാണ് നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദേവിയുടെ 2 പാദങ്ങളും നമുക്കിവിടെ താഴെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ താഴെ കാണുന്നതാണ് ശക്തിപീഠം. അതിൻ്റെ മുകളിലായിട്ട് ഇവിടെയാണ് അലങ്കാരങ്ങളൊക്കെ നടക്കുന്നത്. ഇവിടെയാണ് അമ്മയുടെ ദേവിയുടെ മനസ്സ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ പുരിയത്തിൻ്റെ നടുക്കുള്ള ഭാഗം മനസ്സായിട്ടാണ് പറയപ്പെടുന്നത്. 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് നമ്മുടെ 14ാമത്തെ ശക്തിപീഠ ക്ഷേത്രമായിട്ടുള്ള മഹിഷമർദിനി ക്ഷേത്രത്തിലെ വക്രേശ്വര ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള മഹിഷമർദിനി ക്ഷേത്രത്തിൻ്റെ ദർശനം നമ്മളിവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം ഈ ശക്തിപീഠ ക്ഷേത്രത്തിനോടെല്ലാം ചേർന്ന് തന്നെ ഒരു ഭൈരവ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു ഭൈരവ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. ഇവിടെ ഓരോ ഭൈരവന്മാരും ഓരോ ശക്തിപീഠത്തിലും ഓരോ ഭൈരവന്മാർക്കും പല പല പേരുകളാണ്. ഇത് വടുകനാഥ് ഭൈരവ ക്ഷേത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ദേവീക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ശക്തിപീഠത്തിനോട് ചേർന്ന് തന്നെ ഇതാണ് ശക്തിപീഠ ക്ഷേത്രം. ഈ ശക്തിപീഠ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ വടുകനാഥ ഭൈരവൻ്റെ ക്ഷേത്രവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗണേശ ഭഗവാന്റെ ഒരു ക്ഷേത്രവും കാണാം നമുക്ക്. ഈ ശക്തിപീഠ ക്ഷേത്രത്തിനോട് കയറുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇവിടെ ഗണേശ ഭഗവാന്റെ ഒരു ക്ഷേത്രമാണ് കാണുന്നത്. എനിക്ക് തോന്നുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിഗ്രഹമാണ് നേരെ പുറകിലിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രതിഷ്ഠിച്ചതായിരിക്കാം ഈ കാണുന്ന വിഗ്രഹം. ഇനി നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഈ പുറകുവശത്തായിട്ടുള്ള ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. ഇതൊക്കെയാണ് കാണുന്നത്. नाम है अक्षय बटकृष्ण वृक्ष। अक्षय बटकृष्ण बेनियान ट्री है ना, बेनियान ट्री है जो बांग्ला को ट्रांसलेट करते हैं। यहाँ नाम है बटो अक्षय बटकृष्ण वृक्ष। यहाँ पर जो मुनि ऋषि को यहाँ पर तपस्या करता है बहुत पूर्व में। यहाँ पर नीचे में यहाँ मुनि ऋषि का यहाँ पर तपस्या करता है। बहुत पुराना है ना यह। ഇത് വളരെ പഴയ ഒരു ആൽമരമാണ് കാണുന്നത്. ഈ ആൽമരത്തിൻ്റെ കീഴിലൊക്കെ ഇവിടെ മുനിമാരൊക്കെ തപസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ താഴെ നമുക്കൊരു ശിവലിംഗവും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കണ്ട് ഈ മരം ഇത് സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള ഒരു കവാടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിവിടെ ആകെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിട്ട് 108 ക്ഷേത്രങ്ങൾ, ഇങ്ങനെ ചെറിയ ക്ഷേത്രങ്ങൾ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ സഭി മന്ദിരയായ സമാധിയെ
मुनि मुनि लोग का समाधि है या मंदिर है? मंदिर तो होगा शिव जी का। और हाँ मुनि, हाँ यहाँ पर तो समाधि हो तो यहाँ पास का मिलेगा। 108 मंदिर है। 208 208 ആ 108 അല്ല 208 എന്നാണ് കേട്ടോ പറഞ്ഞത്. 208 ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ കണ്ട് ഈ കാണുന്ന പോലത്തെയുള്ള ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം എല്ലായിടത്തും ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠകളാണ് നമുക്ക് പലയിടത്തും കാണാനായിട്ട് പറ്റുന്നത്. പക്ഷേങ്കിൽ यहाँ देख लीजिए, ഇത് യജ്ഞശാലയാണ്. ഇവിടെ ഹോമങ്ങളും ഒക്കെ നടക്കുന്ന ഒരു പീഠമാണ് ആണിത്. ഇപ്പോൾ ക്ഷേത്രത്തിനോട് ചേർന്ന് യജ്ഞങ്ങളൊക്കെ നടക്കുന്ന ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇതാണ്, മേൽക്കൂര ഇല്ലാത്ത ഒരു ഇതാണ് കാണുന്നത്. യജ്ഞശാലയാണ് കാണുന്നത്. ഇവിടെ കണ്ടത് നമുക്ക് കാണുമ്പോൾ അറിയാം എന്ത് പുരാതനമായിട്ടുള്ള കെട്ടിടങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെയാണ് കാണുന്നത്. ഇത് ഇവിടെയും കണ്ടോ ഒരു മരമാണ്. ഈ മരത്തിൻ്റെ താഴെയായിട്ട് കണ്ടോ ഇങ്ങനെ സ്വാഭാവികമായിട്ടൊരു ഗുഹ പോലെ ഇങ്ങനെ രൂപപ്പെട്ട് വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്, താഴെ വെച്ച് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഓരോ സിദ്ധന്മാരും ഒക്കെ വന്ന് ഇവിടെ തപസ് അനുഷ്ഠിച്ചിട്ടുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അദ്ദേഹം നമ്മൾ ഓരോ ക്ഷേത്രങ്ങൾ നമ്മൾ അതിനാൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പം നമുക്ക് മുന്നോട്ട് പോയിട്ട് ഇനി അടുത്ത ക്ഷേത്രം നമുക്ക് കാണാം. इधर देख लीजिए, हाँ इधर जो खाकी बाबा है ना, यहाँ पर समाधि होगा। यहाँ पर കോൻ भगवान खाकी बाबा, ഭഗവാൻ ഖാക്കി ബാബ എന്ന് പറയുന്ന ഒരു ബാബ ഇവിടെ സമാധിയായ സ്ഥലമാണ് ഇവിടെ ഈ കാണാനായിട്ട് സാധിക്കുന്നത്. ഏന हाँ അനേകം ഋഷിമാരും മുനിമാരും ഒക്കെ തപസ്സൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലമാണെന്നാണ് തോന്നുന്നത്. ഇതിങ്ങനെ പുറകോട്ടൊക്കെ ഇങ്ങനെ അനേകം ഇങ്ങനെ ചെറിയ ചെറിയ കെട്ടിടങ്ങളാണ്. ഇതൊക്കെ ചില സമാധി മന്ദിരങ്ങളോ ഋഷിമാരും മുനിമാരും ഒക്കെ തപസ് ചെയ്തിരുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ പണ്ട് കാലത്ത് ഇവിടെ ഇപ്പോഴിതൊക്കെ അടഞ്ഞു തന്നെ കിടക്കുന്നതാണ്. അതുപോലെ നമ്മുടെ അഷ്ടാവക്രമുനി ഇവിടെ തപസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അഷ്ടാവക്രമുനി ഇവിടെ തപസ് ചെയ്തിട്ടുള്ള സ്ഥലമായതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് വക്രേശ്വർ എന്ന് പേര് വരുന്നത്. ഇവിടെ ഓരോ മുനിമാരുടെയും ഋഷിമാരുടെയൊക്കെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് താഴെ ഒരു ചെറിയൊരു ശിവലിംഗമാണ് കാണുന്നത്. ഇതുപോലെ അനേകം ഇതുപോലെ ചെറിയ ചെറിയ മന്ദിരങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ ഭാഗമല്ല, ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായിട്ട് കാണുന്ന ഭാഗങ്ങളാണിതെല്ലാം. അതുകൊണ്ട് ഈ വക്രേശ്വര ക്ഷേത്രത്തിന് നേരെ പുറകുവശത്തായിട്ട് കാണുന്ന ഒരു ക്ഷേത്രം കണ്ടോ, ഇത് മുഴുവൻ ഇങ്ങനെ കാലങ്ങളായിട്ട് ഉപയോഗിക്കാത്ത രീതിയിലുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ മരത്തിൻ്റെ വേരുകളൊക്കെ വന്ന് പിടിച്ചിട്ടുണ്ട്. അതാണ് വളരെ പുരാതനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അഷ്ടാവക്രമുനി നമുക്കറിയാം. അഷ്ടാവക്രമുനി എന്ന് പറയുന്നത് ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹർഷിയാണ് അഷ്ടാവക്ര മുനിയെ. അദ്ദേഹം ഇവിടെ തപസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇവിടെ ശിവഭഗവാനെ തപസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് വക്രേശ്വരം എന്ന് പേര് വരുന്നത്. ഇതൊക്കെ ഓരോ ഋഷിമാർ അല്ലെങ്കിൽ ഈ സമകാലീനരായിട്ടുള്ള ഓരോ സാധകർ ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കാം ഇത്. ഇതുപോലെ അനേകം ഇതുപോലെ ചെറിയ ചെറിയ മണ്ഡപങ്ങൾ നമുക്കിവിടെ കാണാം. ഇത് വളരെ ആധ്യാത്മിക പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ശക്തിപീഠമാണ്. ഇത് കണ്ടോ, ഇവിടെയും കണ്ടോ ഈ രണ്ട് ഇതിൻ്റെയും കൂടി ഇടയ്ക്ക് ഇങ്ങനെ ഒരു മരം നിൽക്കുന്നത് കണ്ടോ. നമ്മളിങ്ങനെ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തൂടെ മുന്നോട്ട് വരുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ശ്രീകോവിലുകളാണ് കാണുന്നത്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ചെറിയ ഇവിടെയൊക്കെ ഇതിനകത്തൊക്കെ ശിവലിംഗമാണ് കാണുന്നത്. അപ്പോൾ ഇതുപോലെ അനേകം ക്ഷേത്രങ്ങൾ നമുക്ക് ചെറിയ ചെറിയ കോവിലുകൾ നമുക്ക് ഇവിടെ കാണാം. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒട്ടുമിക്കതും സമാധി മന്ദിരങ്ങളായിരിക്കും കേട്ടോ. നമ്മൾ മുമ്പ് കണ്ട കുളമാണ്, കുളത്തിൻ്റെ ഒരു വശത്താണ് നമ്മളുള്ളത്. കൊണ്ട് ഇത്ര ഈ കുളം ഇങ്ങനെ ഒരു മേൽക്കൂര തീർത്തിങ്ങനെ ഗ്രില്ല് തീർത്തിട്ടിരിക്കുന്നതാണ് ഈ കുളം. ഇത്രയും വലിയൊരു കുളമാണ്. ആ കാണുന്നതാണ് പ്രധാന ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ് ആ കാണുന്നതിൻ്റെ. അതുകൊണ്ട് ഇങ്ങനെ മരങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കൊരു വനപ്രദേശമാണ്. അനേകം വനങ്ങളുടെ ഇടയ്ക്ക് ആണ് ഈ ക്ഷേത്രങ്ങൾ. കണ്ടോ, ഇവിടെ കണ്ടോ, ഇതൊക്കെ ഈ മരം കണ്ടോ, മരത്തിൻ്റെ വേര് കണ്ടോ, ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലോട്ട് മരത്തിൻ്റെ വേര് വന്ന് പിടിച്ചിരിക്കുന്നത്. അതുപോലെ വളരെ പൗരാണികമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത്. അതുപോലെ നല്ല ഒരു നമുക്കിവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ശരിക്കും ഒരു എനർജി, ഒരു ആധ്യാത്മിക എനർജി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. നമ്മൾ നേരെ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ മണ്ഡപങ്ങൾ, ചെറിയൊരു ശിവലിംഗം, ഇതൊന്നും ഉപയോഗിക്കാതെ പൂജയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ നേരെ മുന്നിൽ കാണുന്നതാണ് വക്രേശ്വര മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഗോപുരം. ആ സൈഡിലായിട്ട് ആ വെള്ള ഇതിൽ കാണുന്നതാണ് ശക്തിപീഠത്തിൻ്റെ ഗോപുരം. രണ്ടും അടുത്തടുത്ത് തന്നെയാണ്. ഇത് ഭവതാരിണി ദേവിയാണ്. ഇവിടെ നമുക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെയൊക്കെ ഫോട്ടോകളൊക്കെ സൈഡിലിരിക്കുന്നതാണ്. ഇവിടെ ഒരു ചേച്ചി പറഞ്ഞു തന്നത് ഇത് ദക്ഷിണേശ്വരത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസനെ ഉപാസിച്ച അതേ ദേവി തന്നെയാണെന്നാണ് പറഞ്ഞത്, ഭവതാരിണി. ഈ വക്രേശ്വര ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ഈ ഭവതാരിണി ക്ഷേത്രം കാണുന്നത്. ഇവിടെ കണ്ടോ, ഇവിടുത്തെ ഒരു അന്തരീക്ഷം കണ്ടോ, ഇവിടെ വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം. ഇവിടെ മരങ്ങളാണ്, ശരിക്കും പറഞ്ഞാൽ വനമാണെന്ന് പറയുന്നത്. കണ്ടോ, ഇതൊക്കെ ഈ മരം ഒന്നും കണ്ടിട്ട് ഏത് മരമാണെന്നൊന്നും
അറിയത്തുപോലുമില്ല. ഇവിടെയൊക്കെ രാത്രി സമയത്തൊക്കെ ഇങ്ങനെ കുരങ്ങന്മാരൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി വന്നപ്പോഴൊക്കെ ഇഷ്ടംപോലെ കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നത് കാണാമായിരുന്നു. ഇതിനോട് ചേർന്ന് പുറവശത്തൊക്കെ ആയിട്ട് വീടാണ് കാണുന്നതെന്ന് കണ്ടു. ഇതാണ് നമ്മൾ ഇപ്പോൾ കണ്ട ഭവതാരിണി ക്ഷേത്രം. അവിടെ ഇന്നിപ്പോൾ ഒരു കല്യാണം ഇവിടെയുണ്ട്. കല്യാണം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഇവിടെ ഇങ്ങനെ ഇത്രയും തിരക്കൊന്നും ഉള്ള ക്ഷേത്രമുള്ളൂ. ഇത് കണ്ടോ, ഓരോരോ ഗോപുരങ്ങൾ കണ്ടോ, ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുടെ മുകൾ ഭാഗമാണ് കാണുന്നത്. ഇതിൻ്റെ ക്ഷേത്രങ്ങളുടെ മകുടങ്ങളാണ് കാണുന്നത്. ഇവിടെ എത്ര എണ്ണമാണ് ഇവിടെ, അനേകം ക്ഷേത്രങ്ങൾ കണ്ടോ. മുന്നോട്ട് ഇപ്പം നമുക്ക് കണ്ടോ 1, 2, 3, 4, 5 അനേകം ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ നമുക്കിവിടെ കാണാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതൊക്കെ മിക്കവാറും ഓരോ സമാധി മന്ദിരങ്ങളായിരിക്കാനാണ് സാധ്യത. ഓരോ മഹാന്മാർ, ഓരോ ഋഷിമാരുടെയൊക്കെ സമാധി മന്ദിരങ്ങളായിരിക്കാനാണ് സാധ്യത. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. നമുക്കിവിടെ ആരെങ്കിലും കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ കണ്ട് ഇതിനോട് ചേർന്ന് ഈ ഭവതാരിണി ക്ഷേത്രത്തിനോട് ചേർന്ന് നല്ല നല്ല സുന്ദരമായിട്ടുള്ളൊരു ചെമ്പകത്തിൻ്റെ ഒരു മരവും കാണാം. നേരെ മുന്നിൽ കാണുന്നതാണ് ബക്രേശ്വര ക്ഷേത്രത്തിലോട്ട് വരാനുള്ള ബസ് സ്റ്റോപ്പൊക്കെ. അവിടെ നിന്ന് ഇറങ്ങി ആ കാണുന്ന കവാടം വഴിയാണ് നമ്മൾ ബക്രേശ്വര ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ആ നേരെ മുന്നിലായിട്ടാണ് ബക്രേശ്വര ക്ഷേത്രത്തിലോട്ട് ഈ വഴിയാണ് ബക്രേശ്വര ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. അപ്പം നമ്മളിവിടെ 3-4 ദിവസം നമ്മൾ ഇവിടെ നിന്ന് ബക്രേശ്വര ക്ഷേത്രത്തിൽ നിന്നിട്ട് ആണ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് നിന്ന് പോവുകയാണ്. പിന്നെ 10 മണിക്ക് നമ്മൾക്ക് റൂം വെക്കേറ്റ് ചെയ്ത് ഒരു 10 മണിയോടുകൂടി നമുക്ക് ഇവിടുന്ന് അടുത്ത ശക്തിപീഠത്തിലേക്ക് പോകാനായിട്ടാണ്. ഇവിടെ സൂരി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ചെന്നിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പം നമ്മൾ ഇവിടെ ഇവിടുത്തെ ചെറിയൊരു കടയാണ്. ഈ കടയിലാണ് നമ്മൾ ഇത്രയും ദിവസം വന്ന അന്ന് മുതൽ 4-5 ദിവസം ഭക്ഷണം കഴിച്ചത് ഈ കടയിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് രാവിലെ പോകുന്നതിന് മുമ്പ് പൂരിയൊക്കെ ഉണ്ടാക്കി വെക്കണമെന്ന്. അപ്പം നമ്മൾ രാവിലെ ഇവിടെ പൂരി കഴിക്കാനായിട്ട് വന്നതാണ്. ഈ ചേട്ടൻ നമ്മൾ വന്ന് കഴിഞ്ഞിട്ട് ഇവിടെ പൂരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ചൂടായിട്ട് തരാനായിട്ടാണ് അവിടെ പൂരിക്കുള്ള സംവിധാനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കൽക്കരി കൊണ്ടുള്ള സൈസ് ഒരു അടുപ്പാണ്. ഈ അടുപ്പിലാണ് പൂരിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ഈ ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ള ഒരു സാധനമാണിത്. ആലു ചോപ്പ്. सुकुमार व्यक्ति ओके सर। अच्छा भजन करता है। अच्छा भजन। आपका भी नाम? मेरा नाम पतित पावन भक्ति रन्ना। വളരെ ചെറിയൊരു കടയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വേറെ കടകളിൽ നിന്നും പോയി ഭക്ഷണം കഴിക്കാനൊന്നും തോന്നിയില്ല. എന്നാലും ഇവിടെ ചിലതൊക്കെ നോക്കി കഴിഞ്ഞാൽ ചില വൃത്തിയൊക്കെ കുറവാണെന്നൊക്കെ തോന്നും. പക്ഷേ ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇവിടെ വളരെ വയറിനൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. ഇത്രയും ദിവസം 4-5 ദിവസം ഇവിടെ വന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. ഇതേ കടയിൽ നിന്ന് തന്നെ 2 പൂരി, നല്ല ചൂട് പൂരി, ഇപ്പം തന്നെ ഉണ്ടാക്കിയ പൂരിയാണ്. ഇനിയിപ്പോൾ ഇതിന് ഒരു കറി, ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ള ഒരു നമ്മുടെ ഇവിടെ കിട്ടുന്ന പൂരി മസാല പോലത്തെ ഒരു കറിയാണ്. നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു കിഴങ്ങ് കൊണ്ടുള്ള സംഭവമാണ്. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കഴിച്ചത് 2 പേരും കൂടെ 5 പൂരി വെച്ച് 2 പേരും കൂടെ കഴിച്ചിട്ട് 60 രൂപയായി. അതായത് ഒരാൾക്ക് 30 രൂപയായുള്ളായിരുന്നു. അപ്പോൾ ഇന്നറിയത്തില്ല ഇവർക്കിങ്ങനെ ഇതിൻ്റെ ഭക്ഷണത്തിൻ്റെ കണക്കൊന്നും അവരങ്ങനെ കൃത്യമായിട്ട് നോക്കുന്ന ആൾക്കാരല്ലെന്ന് തോന്നുന്നു. ജാർഖണ്ഡിലെ ദേവ്ഗർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെയും വൈദ്യനാഥ ക്ഷേത്രത്തിൻ്റെയും ഒക്കെ കാഴ്ചകൾ കണ്ടതിന് ശേഷമാണ് നമ്മൾ വെസ്റ്റ് ബംഗാളിലുള്ള വക്രേശ്വര ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ജാർഖണ്ഡിലെ ദേവ്ഗറിൽ നിന്ന് വക്രേശ്വരം വരെയുള്ള യാത്രയുടെ കാഴ്ചകളാണ് മുന്നോട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ വൈദ്യനാഥ ജ്യോതിർലിംഗ ക്ഷേത്രത്തിൻ്റെയും ജയദുർഗ ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെയും ഒക്കെ കാഴ്ചകൾ കണ്ടിട്ട് ഇനി പശ്ചിമ ബംഗാളിലെ ശക്തിപീഠത്തിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഒരു വന്ദേ ഭാരത് ട്രെയിനാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാൾ ഇവിടം കൊണ്ട് തിരിച്ചു പോവുകയാണ്. 3 മാസം നമ്മൾ പ്രതീക്ഷയിലുമൊക്കെ നമ്മുടെ യാത്ര വളരെ നീണ്ടുപോയി. അതുകൊണ്ട് ഒരാൾ ഇവിടെ നിന്ന് പോവുകയാണ്. ചിലപ്പോൾ നമ്മുടെ കൂടെ ഇടയ്ക്ക് വന്ന് ജോയിൻ ചെയ്യും ഇടയ്ക്ക്. അപ്പോൾ അദ്ദേഹം ഇവിടുന്ന് കൽക്കട്ടയിൽ നിന്ന് ബാംഗ്ലൂരിൽ തിരിച്ചു പോവുകയാണ്. പാറ്റ്നയിൽ നിന്ന് കൽക്കട്ടയ്ക്ക് പോകുന്ന ഒരു വന്ദേ ഭാരത് ട്രെയിനാണ്. ഈ ട്രെയിനിന് നമ്മൾ ഈ JCD ജംഗ്ഷനിൽ നിന്ന് അസൻസോൾ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പോയിട്ട് ഇറങ്ങിയിട്ടാണ് നമ്മൾ അടുത്ത ശക്തിപീഠ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഞാൻ വന്ദേ ഭാരതൊക്കെ തുടങ്ങിയിട്ട് ഒത്തിരി കാലമായെങ്കിലും ആദ്യമായിട്ടാണ് വന്ദേ ഭാരത് ട്രെയിനിൽ കയറുന്നത്. നമ്മൾ നമ്മുടെ ശക്തിപീഠ യാത്ര ഇനിയും
പശ്ചിമ ബംഗാളിലേക്ക് കിടക്കുകയാണ്. നമ്മൾ വന്ദേ ഭാരത് ട്രെയിനിനുള്ളിൽ കയറിയിരിക്കുകയാണ്. ഈ ട്രെയിന് എത്ര നല്ലതാണെങ്കിലും ഇത് ഉപയോഗിക്കുന്നവരുടെ ഒരു ഇതുകൊണ്ട് ഇവിടെ എല്ലാം ഭക്ഷണം കഴിച്ചിട്ടൊക്കെ വേസ്റ്റൊക്കെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ അസൻസോൾ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ബംഗാളിലോട്ട് ഇറങ്ങുകയാണ്. പശ്ചിമ ബംഗാളിലെ ശക്തിപീഠ യാത്ര ഞാനും സോനു തുടരുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ട്രെയിന്, വന്ദേ ഭാരത് ട്രെയിൻ. ആദ്യമായിട്ടാണ് ഞാൻ വന്ദേ ഭാരത് യാത്ര ചെയ്യുന്നത്. നമ്മൾ ഇവിടെ പശ്ചിമ ബംഗാളിലെ അസൻസോൾ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാണ്. നമ്മൾ ട്രെയിനിൽ കയറിയത് JCD എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ട്രെയിനിൽ കയറിയത്. അപ്പം നമ്മൾ അസൻസോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങുകയാണ്. അപ്പം നമ്മൾ രണ്ടുപേരും, ഞാനും സോനു ഇവിടെ ഇറങ്ങുകയാണ്. നമ്മുടെ പ്രമോദ് ഭായ് ഇവിടുന്ന് നേരെ കൽക്കട്ട വരെ ഉണ്ട്, കൽക്കട്ടയ്ക്ക് പോവാണ്. നമ്മൾ ബംഗാളിൽ അസൻസോൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബക്രേശ്വർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ബക്രേശ്വർ ശക്തിപീഠ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ബസ്സൊക്കെ കയറി ഇരിക്കുകയാണ്. ഇവിടുത്തെ ബസ്സൊക്കെ വളരെ ചെറിയ ബസ്സുകളാണ്. ഇത് കണ്ടോ, ഇവിടുത്തെ വളരെ ചെറിയ ബസ്സുകളാണ്. അപ്പോൾ ഇവർ ഈ ബക്രേശ്വര എന്നുള്ളതിന് ബക്കേശ്വര എന്നാണ് പറയുന്നത്. ബക്വേശ്വരത്തിലോട്ട് പോകുന്ന വണ്ടി എന്നാണ് പറഞ്ഞത്. നമുക്ക് ചെറിയൊരു സംശയമുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് തന്നെ ആണോ ഇവർ പറയുന്നതെന്ന്. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഈ ബംഗാളിൽ യാത്ര ചെയ്യുന്നത്. 51 ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ട് വക്രേശ്വര മഹാദേവ ക്ഷേത്രത്തിൻ്റെയും മഹിഷമർദിനി ശക്തിപീഠ ക്ഷേത്രത്തിൻ്റെയും ഒക്കെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നമസ്കാരം.